37-കാരിയായ പോട്ടോങ്ടാൻ ഷിനവത്ര അധികാരത്തിലെത്തുമ്പോൾ വിശേഷണങ്ങളേറെയാണ്. തായ്ലൻഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി, രാജ്യത്തെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രി എന്നിങ്ങനെ നീളുന്നു അവ. മുൻ പ്രധാനമന്ത്രി തസ്കിൻ ഷിനവത്രയുടെ മകളായ പോട്ടോങ്ടാൻ ഭരണകക്ഷിയായ ഫ്യൂത് തായ് പാർട്ടിയുടെ നിലവിലെ നേതാവാണ്. 2023 തെരഞ്ഞെടുപ്പിൽ 3 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു പോട്ടോങ്ടാൻ. ജയിൽ ശിക്ഷ അനുഭവിച്ച അഭിഭാഷകനെ മന്ത്രിയായി നിയമിച്ചതുവഴി ഭരണഘടനാ ലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയായിരുന്ന ഫ്യൂത് തായ് പാർട്ടിയുടെ ശ്രേത്ത തവിസിനെ കോടതി പുറത്താക്കിയിരുന്നു. ഇതിനു പിന്നാലെ നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് പോട്ടോങ്ടാൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. തായ്ലൻഡ് രാഷ്ട്രീയത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാവായ തസ്കിൻ ഷിനവത്രയുടെ മൂന്നാമത്തെ മകളാണ് പോട്ടോങ്ടാൻ. 2022 ഫ്യൂത് തായ് പാർട്ടി നേതാവായിരുന്നു. രാഷ്ട്രീയ പ്രവേശനവും അങ്ങനെയായിരുന്നു. തായ്ലൻഡിൽ ഷിനവത്ര രാഷ്ട്രീയ കുടുംബത്തിന്റെ സ്വാധീനം ഊട്ടിയുറപ്പിക്കുന്നതാണ് പോട്ടോങ്ടാന്റെ പ്രധാനമന്ത്രി സ്ഥാനമെന്നാണ് രാഷ്ട്രീയ ലോകത്തിന്റെ വിലയിരുത്തൽ. 5 വർഷത്തിലധികം അധികാരത്തിലിരുന്ന തസ്കിൻ ഷിനവത്രയെ അഴിമതിയും അധികാര ദുർവിനിയോഗവും ആരോപിച്ച് 2006 സെപ്റ്റംബറിൽ സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കുകയായിരുന്നു. അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയന്ന് 15 വർഷമായി വിദേശത്ത് കഴിയുകയായിരുന്നു ഷിനവത്ര. പിന്നീട് നാട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. സുപ്രീം കോടതിയിലെത്തി അറസ്റ്റ് വരിക്കുകയായിരുന്നു. ഭരണഘടനാപരമായ രാജവാഴ്ച നിലനിൽക്കുന്നതിനാൽ തായ്ലാന്റിൽ ശിക്ഷാ നടപടികളുടെ അവസാന വാക്ക് രാജാവിന്റേത് കൂടിയാണ്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തായ്ലാന്റ് രാജാവ് മഹാവാജിര ലോങ്കോൺ ശിക്ഷ 1 വർഷമായി വെട്ടിക്കുറിക്കുകയും തക്സിൻ ജയിൽ മോചിതനാവുകയും ചെയ്തിരുന്നു. ബാങ്കോങ്ങിൽ ജനിച്ച പോട്ടോങ്ടാൻ SC അസറ്റ് കോർപ്പറേഷന്റെ പ്രധാന ഓഹരി ഉടമയും തായ്കോം ഫൗണ്ടേഷന്റെ ഡയറക്ടർമാരിൽ ഒരാളുമാണ്. പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ആന്ത്രോപോളജി എന്നിവയിൽ ബിരുദവും ഇന്റർനാഷണൽ ഹോട്ടൽ മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവുമുണ്ട്. 500-അംഗ ജനപ്രതിനിധി സഭയിൽ 400 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതും നേരിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 100 സീറ്റുകളിലേക്ക് ഓരോ പാർട്ടിക്കും ആനുപാതിക പ്രാതിനിധ്യ പ്രകാരം അംഗങ്ങളെ അയക്കാം. 250-അംഗ സെനറ്റിനെ നിയമിക്കുന്നത് പട്ടാളമാണ്. ജനപ്രതിനിധി സഭയും സെനറ്റും സംയുക്ത സമ്മേളനം ചേർന്ന് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കും. അതിനാൽ തന്നെ വോട്ടെടുപ്പിൽ ജയിച്ച പാർട്ടിക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ല. വോട്ടെടുപ്പിൽ ജനപ്രതിനിധി സഭയിലെ 376 അംഗങ്ങളുടെ പിന്തുണയുള്ള വ്യക്തിയാണ് പ്രധാനമന്ത്രിയായി മാറുക. ഈ സമ്പ്രദായം ജനാധിപത്യ വിരുദ്ധമാണെന്ന് പൊതുവെ അഭിപ്രായം ഉയരുന്നുണ്ട്. ഷിനവത്ര കുടുംബത്തിൽ നിന്ന് പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന 4ാമത്തെ വ്യക്തിയാണ് പോട്ടോങ്ടാൻ ഷിനവത്ര. രാഷ്ട്രീയ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുമ്പോഴാണ് പോട്ടോങ്ടാന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പ്രവേശനമെന്നതും ശ്രദ്ധേയമാണ്. ഷിനവത്ര കുടുംബത്തിന് രാജ്യത്തെ സാധാരണക്കാർക്കിടയിൽ ഇപ്പോഴുള്ള സ്വാധീനം ഭരണസാരഥ്യത്തിൽ പോട്ടോങ്ടാന് പ്രയോജനം ചെയ്യുമെന്നും വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ വിജയത്തെ തുടർന്നാണ് ശ്രേത്ത തവിസിൻ അധികാരത്തിലെത്തിയത്. കനത്ത മത്സരത്തിനൊടുവിലാണ് പാർട്ടി വിജയത്തിലേക്ക് എത്തിയത്. 1 വർഷത്തിനു ശേഷം തായ്ലൻഡിലെ രാഷ്ട്രീയ വിവാദങ്ങൾക്കൊടുവിൽ പദവി ഒഴിഞ്ഞിരിക്കുകയാണ് ശ്രേത്ത തവിസിൻ. ഒരു സാധാരണക്കാരിൽ നിന്ന് തായ്ലൻഡിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്ന ഉയർച്ച അതിവേഗത്തിലായിരുന്നു. തായ്ലാന്റിലെ വൻകിട റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ സാൻസിരിയയുടെ CEO ആയിരുന്നു ശ്രേത്ത. പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇലക്ഷന് തൊട്ടുമുമ്പുള്ള മാസങ്ങളിലാണ് വ്യവസായ പ്രമുഖൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. പോപ്പുലറിസ്റ്റ് ഫ്യൂത് തായ് പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നത് അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കവുമായിരുന്നു. രാഷ്ട്രീയമായി ശക്തരായ ഷിനവത്ര കുടുംബത്തിന്റെ മുൻ അഭിഭാഷകനായ പിച്ചിത് ച്യൂൻബാനെ അധികാരത്തിലെത്തിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ തീരുമാനം സൈന്യം നിയമിച്ച സെനറ്റിലെ ചില നിയമനിർമ്മാതാക്കളെ അസ്വസ്ഥരാക്കുകയായിരുന്നു. 40 യാഥാസ്ഥിതിക സെനറ്റർമാരുടെ ഒരു സംഘം പിച്ചിത്തിന്റെ നിയമനം ധാർമ്മിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് കോടതിയിൽ വാദിക്കുകയായിരുന്നു. ഈ വാദം ഭരണഘടനാ കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതോടെ ശ്രേത്തയുടെ പ്രധാനമന്ത്രി കാലയളവിന് തിരശ്ശീല വീഴുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.